പൂച്ചക്കുട്ടന്മാരെ ഇഷ്ടമില്ലാതെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ അല്ലേ? അപ്പം നമുക്കും നമ്മുടെ കൂടെ രണ്ട് സുന്ദര കുട്ടന്മാരായിട്ടുള്ള പൂച്ചകളെ നോക്കി പൊന്നുപോലെ വളർത്തുന്ന ഒരു ഫാമിലിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. വാ, നല്ല കിടുക്കാച്ചി സാധനം. ഓക്കെ, വാ. ഓക്കെ, ഇവന്മാരാണ് നമ്മുടെ കഥയിലെ നായകന്മാർ, ഫീലിക്സ് ആൻഡ് മാക്സ്. ഇവരുടെ കഥയാണ് ഇന്ന് നമ്മളിവിടെ കാണാനും കേൾക്കാനും പോകുന്നത്. നല്ല രണ്ട് സുന്ദര കുട്ടന്മാർ. സുഖശൈലിയിൽ അവനിങ്ങനെ അങ്ങോട്ട് കിടക്കുവാണ്. കണ്ടോ? നോക്കിയേ, അതിൻ്റെ ആ ഒരു നിറവും സംഭവമൊക്കെ നോക്കിയേ. കണ്ടോ? ഇതാണ്, കണ്ടോ? അപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടെ കിടക്കാനായിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള സുഖശയ്യയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് കാണാം, കണ്ടോ സ്റ്റാൻഡൊക്കെ. അപ്പോൾ ഇവരിങ്ങനെ ഈ മരമൊക്കെ കയറി നടക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ചെറുതായിട്ട് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുതലാളി. പുള്ളി ആക്ച്വലി ഇതിനെ ഭയങ്കരധികം സ്നേഹിക്കുന്ന ഒരാളാണ്. എങ്കിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു കാര്യം വീടിനകത്ത് തന്നെ ചെയ്തു വെക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇവരിങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ കയറി അങ്ങ് നടക്കും. കണ്ടോ? അവൻ്റെ സൗകര്യത്തിന് അങ്ങനെ. ശരിക്കും ഒരു സിംഹത്തിൻ്റെ പ്രൗഢിയാണ് ഇവരെ കാണുമ്പോൾ. ഒരു ടൈഗറിൻ്റെ പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. കണ്ടോ? ഈ യുവാവിന് കൂട്ടുകാരനായിട്ട് വേറൊരാളും കൂടെ ഉണ്ട്. സെയിം ബ്രീഡ് തന്നെയാണ്. രണ്ടും സഹോദരങ്ങളാണ് ഇവിടെ. അത് പ്രത്യേകിച്ച്. ഓക്കെ, ആശാന ഇതിന്റെ ബ്രീഡ് ഏതാണ്? ഇതിന്റെ ബ്രീഡ് എന്ന് പറയുന്നത് റാഗ്ഡോൾ വെറൈറ്റി ആണ് ഇതിന്റെ ബ്രീഡ്. ഇത് റാഗ്ഡോൾ പല ബ്രീഡുകളും ഉണ്ട്. ഇപ്പൊ റാഗ്ഡോൾ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ ഇവര് സീൽ മിറ്റഡ് റാഗ്ഡോൾ വെറൈറ്റിയാണ്. അത് ഈ മുഖത്തെ ഈ പുലിയെ പോലുള്ള ഈ ആകൃതി ഇതൊക്കെ ഈ സീൽ മിറ്റഡിന് മാത്രമേ ഉള്ളൂ. ഓ ശരി, അങ്ങനെയാണ് ഇതിന് ഈ ബ്രീഡ് നമ്മൾ തിരിച്ചറിയുന്നത് അല്ലേ? അപ്പോൾ ഇതിനാണെങ്കിൽ ആ സെയിം ആയിട്ടുള്ളൊരു സംഭവമാണ് അവൻ്റെ ഫേസിലും കാണുന്നത് അല്ലേ? ആ ബ്രീഡുകൾക്ക് വരുന്ന ഒരു സാധനം ഞാൻ ഒന്നുകൂടെ കാണിച്ചു. കണ്ണ് ശ്രദ്ധിച്ചാൽ കാണാം. കണ്ണ് ഒരു ബ്ലൂ കളറാണ് കണ്ണിന്. ഓ ബ്ലൂ കളർ. പ്യൂർ ബ്രീഡ് റാഗ്ഡോളിന് മാത്രമേ കണ്ണ് ബ്ലൂ കളറായിട്ട് വരുള്ളൂ. പിന്നെ മുഖത്തുള്ള ഈ പുലിയെ പോലുള്ള ഈ മാർക്സ് ഒക്കെ സീൽ മിറ്റഡ് വെറൈറ്റിക്ക് വരുന്ന അവനും ബ്ലൂ കണ്ണുകളാണ്. ആ സെയിം ടൈപ്പ് ഓഫ് ഡിസൈൻ അല്ലേ? ഓക്കെ, അതുപോലെ ഇതിന്റെ ഈ ഒരു ഡയറ്റ്, അതായത് നമ്മൾ ഇവന് കൊടുക്കുന്ന ഫുഡ് നോർമൽ ആയിട്ടുള്ള നമ്മുടെ ഫുഡ് തന്നെയാണോ കൊടുക്കുന്നത്? നോർമൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ ഒരിക്കലും കൊടുക്കാറില്ല. പൂച്ചയ്ക്ക് അവർക്ക് അധികവും ഈ റോ ആയിട്ടുള്ള ഈ ഡയറ്റ്, അതായത് പച്ച ഇറച്ചി, കുറച്ച് വേവിച്ച് പാകം ചെയ്തിട്ടുള്ള ഇറച്ചി, പിന്നെ ഈ ഒരു ഹാർട്ട്, ലങ്സ്, കിഡ്നി അങ്ങനെയുള്ള ഓർഗൻസിന്റെ മീറ്റ്, പലതരം ആനിമൽസിന്റെ ഓർഗൻസ് മീറ്റ്, പിന്നെ ക്രഷ്ഡ് ആയിട്ടുള്ള ബോണ്, ഇതെല്ലാം കൂട്ടി നമുക്ക് വെറ്റ് ഫുഡും ഡ്രൈ ഫുഡും ഉണ്ട്. അത് കാണിച്ചു തരാം. ശരി ശരി ശരി. അതുപോലെ നമുക്ക് കാണാം, ഇത് വളരെ ഫ്രണ്ട്ലി ആണ്. ഇതിന്റെ വലിപ്പം വെച്ചിട്ട് നിങ്ങൾ നോക്കണ്ട. നമുക്ക് വളരെയധികം ഹെൽത്തിയാണ്. ഐ മീൻ ഫ്രണ്ട്ലി ആണ് ക്യാറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായി? കാരണം ഇവിടെ മസിൽ പവർ നമുക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഒരു ശാരീരികമായിട്ടുള്ള ഇത് വെച്ചിട്ട് ഇവനെ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു പണിയാണ്. പക്ഷെ ഇവൻ ചെയ്യത്തില്ല. ശക്തി വരും. അത്രയും ഒരു ത്രെട്ടനിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രമേ അങ്ങനെ വരത്തുള്ളൂ. ശരി, ഓക്കെ. പിന്നെ ഇവരെപ്പോഴെങ്കിലും നമ്മുടെ മേത്തേക്കൊക്കെ ചാടി കയറും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ചാടി കയറാൻ നോക്കും. നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ മേത്ത് വന്ന് ഇരിക്കുന്നൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ മേത്ത് വന്ന് ഇരിക്കാനും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ഇവന്റെ കാലയിൽ കണ്ടോ ഒരു സോക്സ് ഇട്ട പോലെയുള്ള ഒരു സെറ്റപ്പാണ് അവന്റെ ടോ അല്ല, ഫ്രണ്ടിലത്തെ കാലം നോക്കി കണ്ടോ, ആ സോക്സ് ഇട്ട പോലത്തെ ഒരു പ്രതീതിയാണ്. അതാണ് അതിന്റെ മെയിനായിട്ടും അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ബ്രീഡിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് നല്ല ലോങ് ആയിട്ടുള്ള ഹെയറും. വളരെ കാം ആൻഡ് ക്വയറ്റ് ആണ് ബ്രീഡ് എന്ന് പറയുന്നത്. ശബ്ദം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇപ്പൊ ഇവർക്ക് കൂടെ കളിക്കണം, അല്ലെങ്കിൽ നമ്മളെ കണ്ടില്ല, അങ്ങനെയുള്ള അവസ്ഥയിൽ മാത്രമേ. ശരി.
അതുപോലെ ഇവരുടെ ഈ ആഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ട്രെയിൻഡ് ആണോ സംഭവം? ഇവരുടെ അപ്പിയിടുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പുറത്ത് പോയി സെറ്റ് ചെയ്യും അല്ലേ? ഫുള്ളി ട്രെയിൻഡ് ആണ്. അകത്ത് തന്നെയാണ് എല്ലാം. ആണല്ലേ? തന്നെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അവിടെ മാത്രമേ അവർ ചെയ്യുള്ളൂ. അത് ശരി. ഓക്കെ. അതുപോലെ ഇതിന്റെ പ്രൈസ് ഒക്കെ എങ്ങനെ കൂട്ടായിരുന്നു നമ്മളിത് മേടിക്കുമ്പോഴത്തേക്കിന്? ഇതിന്റെ പ്യുവർ ബ്രീഡ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു $1,800 ഒക്കെ ആയിരിക്കും ഇതിന്റെ ഒരു കുഞ്ഞിനെ മേടിക്കാൻ. ചെറിയൊരു 2 മാസം 3 മാസമായോ കുട്ടികൾക്ക്. $1,800. അപ്പൊ അവൻ ചില്ലറക്കാരനല്ല, അത്യാവശ്യം എക്സ്പെൻസീവ് ആണല്ലേ? എക്സ്പെൻസീവ് ആണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു ഒത്തിരി ബാക്കിയുള്ള പൂച്ചകളെ അപേക്ഷിച്ച് അങ്ങനെ പൂച്ച അങ്ങനെ ചീറ്റോ അതോ അങ്ങനെ ഒന്നുമില്ല. ഇങ്ങനെ കിടന്നു കുട്ടികളുള്ള വീട്ടിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. ശരിയാണ്. അതല്ലേ കൂളായിട്ട് കിടന്നു വരുന്നത്. ഇവിടെ ഒരു കൊച്ചുണ്ട് കേട്ടോ. അവളുടെ ഒരു കൂട്ടുകാരനാന്ന് പറയാം അല്ലേ? അതെ അതെ അതെ. അവന് ഈ പൂച്ച ഈ മാക്സിനുമായിട്ടാണ് അവർക്ക് ഭയങ്കര ചെറുപ്പം തൊട്ടേ അതിനെ കെട്ടിപ്പിടിച്ചാൽ കിടക്കുന്നതും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഡെയിലി നമുക്ക് ഇതിനകത്തൊന്നും വാക്യൂം ക്ലീൻ ഒക്കെ ചെയ്യേണ്ടി വരും. അതിന്റെ രോമമൊക്കെ റിമൂവ് ചെയ്യാൻ. ഡെയിലി വാക്യൂം ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. വീട് കുറച്ചും കൂടി വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടി. ഇവർക്ക് ഈ രോമമുള്ള കാരണം ഇപ്പൊ ഷെഡ് ചെയ്യാൻ നേരം. പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻഷുറൻസോ അങ്ങനെ എന്തെങ്കിലും സാധനം നമ്മൾ കീപ്പ് ചെയ്യണം? നമ്മൾ പെറ്റ് ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. അത് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം പൂച്ചകൾക്ക് പൊതുവെ എല്ലാ വളർത്തുമൃഗങ്ങൾക്കും എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബില്ലാണ് ഇവിടെ. ഇൻഷുറൻസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഫ്രീ ആയിട്ട് നമ്മുടെ അല്ലേ? അതെ. അതായത് നമുക്ക് ഹാസിൽ ഫ്രീ ആണ് സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതെ അതെ. കാരണം ഇവിടെ ഈ പെറ്റ്സ് എന്ന് പറയുന്നത് നമ്മളെക്കാൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് സത്യം പറഞ്ഞത്. അതെ അതെ. സോ ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക് കെയർ. പ്രോപ്പർ വേയിലൂടെ പോകുന്നതാണ് എപ്പോഴും എൻ്റെ ഒരു ഭയാനകമായ ഭംഗി എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ യു ഹാവ് ടു പേ ടു മച്ച് മണി. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ സെലക്ഷൻ ഓഫ് ദ ബ്രീഡ്, അതായത് ഒരു ബ്രീഡ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ വീടുകൾ, എസ്പെഷ്യലി നമ്മൾ ചെറിയ കുട്ടികളുള്ള വീടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ബ്രീഡിനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം ചിലപ്പോൾ അറിയാതെ ഒന്ന് ഇതിനൊരു പെയിൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതിനൊന്ന് കയറി അറിയാതെ ഇതിൻ്റെ വാലിലൊന്ന് ഇരിക്കുകയോ ചവിട്ടുകയൊക്കെ ചെയ്താലും അവരെ അറ്റാക്ക് ചെയ്യത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്. കാരണം ഇതാ ബ്രീഡിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു സ്വഭാവ രീതിയാണ്. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ ഈ ഗംട്രിയിലും അതുപോലെ ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ക്രോസ് ബ്രീഡുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഇത് പ്രൊഫഷണലായിട്ട് ബ്രീഡ് ചെയ്യുന്ന ഒരാളിൽ നിന്നും നമ്മൾ പൈസ മുടക്കി തന്നെ വാങ്ങിക്കണം. അതല്ലാതെ നമ്മളൊരു 10 രൂപ കുറഞ്ഞ് കിട്ടിയെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും പോയി മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സ്വഭാവം കിട്ടിയെന്ന് വരത്തില്ല. സോ സ്വഭാവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഏതൊരു സാധനത്തിനും അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് വളരെയധികം ശ്രദ്ധിച്ചോണേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ പണി കിട്ടും. Relax. Max. ഇവൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കൊരു ചീപ്പായിട്ടുള്ള സംഭവമല്ല കേട്ടോ. ഇത് ഇവരുടെ ക്യാൻഡ് ഫുഡാണ്. ഇത് മാനിന്റെ ഹാർട്ടും ലിവറും ഒക്കെ ചേർന്നിട്ടുള്ള ഫുഡാണ്. പിന്നെ ഈ രീതിയിൽ ബോണും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ. ഇത് രാവിലെ ഒരെണ്ണം കഴിക്കും, രണ്ടുപേരും കൂടെ കൂടി. ഓക്കെ, 5 മിനിറ്റിനുള്ളിൽ തീർക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് ഇത്. ഇതാണ് ഇതിൻ്റെ നോർമലായിട്ട് കൊടുക്കുന്ന ഡ്രൈ ഫുഡ്. ഇതാണ് കണ്ടോ, റാഗ് ഡോൾ എന്നുള്ള അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കണ്ടോ. പിന്നെ ഈ രീതിയിലാണ് സംഭവം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതിങ്ങനെ ഓരോന്ന് കഴിച്ച് അങ്ങ് തിന്നും. ഓക്കെ, ഇത് ഫുള്ളി കംപ്ലീറ്റ്ലി ന്യൂട്രീഷ്യസ് ഡയറ്റ് ആണ്. ഓക്കെ, അതുപോലെ വെള്ളത്തിൻ്റെ സോഴ്സും ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവർ വന്ന് കഴിച്ചോളും. അടിപൊളി. പിന്നെ ഇതിന് വേറൊരു സംഭവമുണ്ട്. ഇവരെ നമ്മൾ സൗത്ത് ഓസ്ട്രേലിയൻ തന്നെ ഒരു ബ്രീഡറിൻ്റെ അടുത്തുനിന്ന് വെയിറ്റ് ചെയ്ത് നമ്മൾ വിക്ടോറിയയിലേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്തതാണ് കേട്ടോ. ഇങ്ങോട്ട് ഇവന്മാരെ സെറ്റ് ചെയ്തെടുത്താണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ വെൻ യു ജസ്റ്റ് സെലക്ടിങ് ദ ബ്രീഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്.
സോ ഇതുപോലെ ഇവർ അപ്പി ഇടുന്ന സ്ഥലം, അപ്പിയുടെയും മൂത്രമൊക്കെ ഒഴിക്കുന്ന പക്കാ ട്രെയിൻഡാണ് കണ്ടോ. ഇതുപോലൊരു സെറ്റപ്പാണ് അതിന് ചെയ്തിരിക്കുന്നത്. അവർ കൃത്യമായിട്ട് ഇവിടെ വന്നേ ചെയ്യത്തുള്ളൂ. അത് എല്ലാ ദിവസവും അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുകയും ചെയ്യണം കണ്ടോ. അല്ലാതെ ഇത് റാഗ്ഡോൾ ഇൻഡോർ കാറ്റ്സ് ആണ്. അത് കാരണം ഇവരെ പുറത്തോട്ട് നമ്മൾ വിടാൻ പാടില്ല. പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഇവര് സർവൈവൽ റേറ്റ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിനകത്ത് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കണം. അപ്പൊ അവർക്കാരും അപ്പിടാനുള്ള സമയത്ത് അവർ ഇതിൽ വന്ന് ചെയ്തു. അതായത് ഇൻഡോർ കാറ്റ്സ് ആണ് സംഭവം. പിന്നെ നമ്മൾ ഈ ഏത് പൂച്ചയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഏത് ബ്രീഡിനെ മേടിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഡീസെക്സ്ഡ് ആയിരിക്കണം. അതായത് അവർക്ക് പിന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു നമുക്ക് ബ്രീഡ് ചെയ്യാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഡീസെക്സ് ചെയ്ത് മേടിക്കുന്നതായിരിക്കും നല്ലത്. അതിന്റെ വേറൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരപ്പോ നമ്മളെ പുറത്തുനിന്നുള്ള വേറെ പൂച്ചകൾ അഥവാ വീടിനടുത്ത് വല്ലതും വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ പോവുകയോ അവരുമായിട്ട് ഇണചേരാൻ നോക്കുകയോ ഒന്നും ചെയ്യില്ല. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെവിയുടെ ഈ സൈഡിൽ ഇവർക്ക് ഒരു മൈക്രോ ചിപ്പ് ചെയ്തിട്ടുണ്ട്. ആ മൈക്രോ ചിപ്പ് ചെയ്യണം. ഇവിടുത്തെ ഈ ഓസ്ട്രേലിയയിലെ ഒരു നിയമം അങ്ങനെയാണ്, എല്ലാ പൂച്ചകൾക്കും മൈക്രോ ചിപ്പ് ചെയ്യണം. എന്തെങ്കിലും കാരണവശാൽ ഈ പൂച്ച എങ്ങാനും ചാടിപ്പോയാൽ അതിനെ വെറ്റിൻ്റെ അടുത്ത് ആരെങ്കിലും കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ മൈക്രോ ചിപ്പ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സ് അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ വെറ്റ് നമ്മളെ കോണ്ടാക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് പൂച്ചേനെ തിരിച്ചു കിട്ടുകയും ചെയ്യും. പക്ഷികളെ ഇങ്ങനെ പിടിക്കാൻ നോക്കി ഇവർക്ക് ഭയങ്കര കൂടുതലാണ് സംഭവം. നമുക്ക് ഇൻഡോറിൽ ഏതെങ്കിലും ഒരു എലിയോ അങ്ങനെയൊക്കെയുള്ള സാധനം വന്നു കഴിഞ്ഞാൽ കയറി അറ്റാക്ക് ചെയ്യുമോ? അവര് കയറി പിടിക്കാൻ നോക്കും. അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഹ്യൂമൻസിനായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പൂച്ചകളെയോ അല്ലെങ്കിൽ ഇതിനെയൊക്കെ വളർത്താനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബ്രീഡ് നിങ്ങൾക്ക് നോക്കാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ.